അതായത് പ്രതീക്ഷ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ആർമിയിലെ ഉദ്യോഗസ്ഥരിവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്താൻ പോവുകയാണ്. ആ പരിശോധനയിൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കും. അത് ഒരു മനുഷ്യന്റെ ആകാനുള്ള സാധ്യതയുണ്ടോ, കൂടുതൽ അതിലൊരു വ്യക്തത വരുത്തും. അതിനുശേഷമാണ് തുടർ നടപടികൾ ആരംഭിക്കുക. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ, ആർമി ഉദ്യോഗസ്ഥരിവിടെ എത്തിയിട്ടുണ്ട്, സന്നദ്ധ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഒരു റഡാർ പരിശോധിക്കുന്നതിനാവശ്യമായി തന്നെ നമ്മളോട് അല്പം നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്പം മാറി നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അങ്ങനെ നീങ്ങി നിന്നിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കാറായിട്ടുണ്ട്. അതിനുശേഷം ആ പരിശോധനയിൽ ലഭിക്കുന്ന സിഗ്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക. ജനറേറ്ററുകൾ എത്തിച്ചിട്ടുണ്ട്, അത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ എത്ര സമയം തിരച്ചിൽ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനുശേഷമായിരിക്കും. ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട്, അത് എത്രമാത്രം ഒരു മനുഷ്യനാകാനുള്ള സാധ്യതയുണ്ട്, അതിലൊരു വ്യക്തത വരുത്തി, പൂർണ്ണ വ്യക്തത വരുത്തിയിട്ടായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുക. രാത്രിയാകുമ്പോൾ പ്രതീഷ് പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളിയുണ്ട്. ഈ രക്ഷാദൗത്യത്തിന് നിൽക്കുന്നവരുടെ ജീവനും ഈ ഒരു പ്രദേശത്ത് നിൽക്കുക എന്നുള്ളത് അപകടം പിടിച്ച കാര്യമാണ്, സുരക്ഷിതമല്ല. കാരണം ഇരുട്ടാണ്, തമ്മിൽ അല്ലെങ്കിൽ അടുത്ത് പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അപകടം നിറഞ്ഞിട്ടുണ്ട് ഉള്ള സാഹചര്യമാണ്. പക്ഷെ ഇന്ന് മഴയില്ല എന്നുള്ളത് ഒരു അനുകൂലമായ ഘടകമാണ്. എങ്കിൽ കൂടി നിരവധി അപകടകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഈ ദൗത്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റുകൾ എത്തിക്കണം. ഇപ്പോൾ ഒരിക്കൽ കൂടി ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് സിഗ്നൽ പരിശോധിക്കണം. അതിനുശേഷം എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രമാത്രം ശക്തമായിട്ടുള്ള സിഗ്നലാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ് ഏത് തരത്തിലുള്ള പരിശോധന നടത്തണമെന്ന് തീരുമാനിക്കുക. നേരത്തെ നമ്മൾ ഈ ഉദ്യോഗസ്ഥരോട് പ്രതികരണം തേടിയപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കെട്ടിടം പൊളിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ പൂർണ്ണമായും ഒരു മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് ഒരിക്കലും ഈ രാത്രി ഇത് പ്രായോഗികമാണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും അതിൽ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുക എന്നുള്ളതും അറിയില്ല. ഏതായാലും ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് ആദ്യം പരിശോധന നടത്തും. അതിനുശേഷമാണ് തുടർ പരിശോധനയെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരിക. ഗോകുൽ, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട്, കാരണം ഈ ടീമിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ തന്നെ ഒരുപാട് മേഖലകളിൽ പോയി അതിർത്തികളിലടക്കം സിഗ്നൽ ശേഖരിക്കുകയും സമാന സാഹചര്യങ്ങളെ, ദുരന്തങ്ങളെയൊക്കെ പല ഭൂമിയിൽ നിന്നും നേരിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള സിഗ്നൽസ്, ഇത്തരം ഒരു ടെറൈൻ, ഇത്തരം ഒരു 4ാമത്തെ ദിവസത്തിലെ ആ ഒരു ഭൂമിയുടെ ഒരു മാറ്റി ഉഴുതുമറിച്ച നിലയിലാണ് കിടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില സിഗ്നലുകൾ ലഭിക്കുമ്പോൾ അവരുടെ അനുഭവം കൂടി വെച്ച് അവരെന്താണ് അനുമാനിക്കുന്നത്? ഇവർ നേരത്തെ വ്യക്തമാക്കിയത് അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് ദുരന്ത ഭൂമിയിൽ നിന്ന് ജീവനോടെ മണ്ണിൽ പൊതിഞ്ഞ ആളുകളെ കിട്ടിയ സാഹചര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമായി നേരത്തെ ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വായു സഞ്ചാരമുള്ള ഒരു ഹോളിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എയർ ഹോൾ ഉള്ള ഒരു സംവിധാനത്തിൽ പെട്ടുകിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താഴെ, അതായത് മുഖത്തിന് താഴെ മുതൽ മണ്ണ് പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൂടി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആളുടെ വിൽ പവറൊക്കെ അനുസരിച്ച് 4 ദിവസമോ 5 ദിവസമോ കഴിഞ്ഞിട്ടൊക്കെ അത്തരത്തിൽ ആളുകളെ ജീവനോടുകൂടി രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കഴിയാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം നിരവധി ദുരന്ത മുഖങ്ങൾ കണ്ടവരാണ് നമ്മുടെ സൈനികർ. അവർ ഒരുപാട് ഇതുപോലുള്ള ഓപ്പറേഷനുകൾ നിരവധി നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ മണ്ണിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് അവർ പറയുന്നത് അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട്. 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ അതിനുശേഷമൊക്കെ ജീവനോടുകൂടി തന്നെ മണ്ണിൽ പുതഞ്ഞ മനുഷ്യനെ പുറത്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു സാഹചര്യം മാത്രം മതി. മൂക്കിന്റെ ഭാഗം ഒരു എയർ ഹോളിന്റെ ഭാഗത്ത് ആ രീതിയിൽ കിടക്കുന്ന, ആ രീതിയിൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ താടിക്ക് കീഴ്പോട്ടും പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ കൂടി ഒരു മൂക്കിന്റെ ഭാഗം എയർ ഹോളിന് സമീപത്താണ്, അങ്ങനെയാണ് പെട്ടുകിടക്കുന്നതെങ്കിൽ അയാൾ ഒരു പക്ഷേ ഒന്നിലധികം ദിവസങ്ങൾ, 2, 3, 4, 5 ദിവസങ്ങളൊക്കെ തന്നെ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാധ്യതകളിൽ, അത്തരത്തിലുള്ള മിറാക്കിളുകളിൽ ഒക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ രാത്രിയും ഇത്രയധികം പേർ ഒരു ജീവന് വേണ്ടി, അങ്ങനെ ഒരു ജീവനോടുകൂടി ഒരാളെ പുറത്തെടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ രാത്രിയിലും ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ നിന്ന് വീണ്ടും പരിശോധന നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതൊരു തരത്തിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാത്രിയിലെ ഒരു പരിശോധനയ്ക്ക് അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. അത് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ദുരന്ത മുഖത്തു നിന്നും ഇത്രയധികം സന്നദ്ധ പ്രവർത്തകർ തയ്യാറായി വരുന്നുണ്ട്. രാത്രിയാണെങ്കിൽ ഞങ്ങൾ നിന്നോളാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിവർ തയ്യാറായി വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ. ഒരു ജീവൻ, ആ ജീവനെ, മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആ ജീവനെ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനുവേണ്ടി എത്ര രാത്രിയായാലും പ്രയത്നിക്കാമെന്നുള്ള
ആ മനുഷ്യരുടെ ഈ ഇവിടെ കൂടിയിട്ടുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴും ഇവിടെ നിന്ന് ഈ ദുരന്തമുഖത്തും ഇത്രയധികം അപകടം പിടിച്ച സ്ഥലത്ത് നിന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നത്. കാരണം രാത്രിയായി ഈ ഒരു പരിശോധന തുടരുന്നതിനുള്ള പ്രധാന കാരണം ഒരു സിഗ്നൽ ലഭിച്ചു, നേരിയ പ്രതീക്ഷ, എങ്കിലും നേരിയതാണെങ്കിലും അതൊരു പ്രതീക്ഷയാണ്, അതൊരു ജീവന്റെ കാര്യമാണ്. അവിടെ ലഭിച്ചത് ബ്ലൂ സിഗ്നലാണ്. ആ റഡാറിൽ ബ്ലൂ സിഗ്നൽ ലഭിച്ചാൽ അതിനർത്ഥം അവിടെ ശ്വാസത്തിന്റെ ഒരു അംശം അല്ലെങ്കിൽ കണിക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മറ്റു പിഴവുകൾ ഉണ്ടാകാം എന്നുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ ഒരു ശ്വാസം ഉണ്ട് എന്നുള്ള അങ്ങനെ ഒരു കാര്യം, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള പരിശോധനയാണ്. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. റഡാർ വെച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് അവിടെ സിഗ്നലുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ അല്പം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ പരിശോധനകൾ പുരോഗമിക്കുകയാണ്.